Good afternoon. Good afternoon, Miss. Good afternoon, ma'am. Good afternoon. Good afternoon, miss. Good afternoon. എല്ലാവർക്കും good afternoon. കേട്ടോ ഭക്ഷണമൊക്കെ Good കഴിച്ചോ? afternoon, ma'am. ഇല്ല. കഴിച്ചിട്ടില്ല. ടീച്ചിങ് പ്രാക്ടീസിന് എത്ര പേര് പോയി ക്ലാസ്സിൽ നിന്ന്? ചേച്ചി പിന്നെ ഗോപി ചേച്ചി അവരൊക്കെ പോയി മിസ്സേ. അവരൊക്കെ പോയല്ലേ? അതിന്റെ മോള് പോയോ? പോയി. മിസ്സിനടുത്ത് പറയാൻ വേസ്ര ചേച്ചിയൊക്കെ പോയെന്നുള്ളതേ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പ്രയർ ചെയ്തോളൂ കേട്ടോ. ലോകം മുഴുവൻ സുഖം പകരാൻ സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാൻ സ്നേഹദീപമേ മിഴി തുറക്കൂ. കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാൻ സ്നേഹദീപമേ നീ തുറക്കൂ. പരീക്ഷണത്തിൽ വാൾമുനയിൽ കടലിലെത്തിൽ വീഴുമ്പോൾ ഹൃദയശിലയിലിരുത്തും ചിരി മിഴിപ്പുഴയിൽ താഴുമ്പോൾ താനായി കടലിൽ ഔഷധിയായി നാദാനാദ കരം പിടിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാൻ സ്നേഹദീപമേ മിഴി തുറക്കൂ. വന്യജീവിയിൽ വനചരണിൽ ജീവബിന്ദുവിനെ തൂകി ലോകപാലക ജഗദീശ ആനന്ദത്തിൻ അരുണകിരണമായി അന്ധകാരമിത് അവതരിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാൻ സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാൻ സ്നേഹദീപമേ മിഴി തുറക്കൂ. താങ്ക് യു മിസ്. ഓക്കെ, ഞാനാണ് ഒരു സ്റ്റോറിയാണേ. തമിഴ്നാട്ടിലെ രാമേശ്വരം എന്നൊരു ചെറിയ തീരദേശ പട്ടണത്തിൽ കടൽക്കാറ്റ് വീശുന്ന ഒരു ലളിതമായ വീട്ടിൽ ഒരു ബാലൻ ജനിച്ചു. അവന്റെ പേര് അബുൽ ഫക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം. വീട്ടിൽ വലിയ സമ്പത്തൊന്നുമില്ലായിരുന്നു, പക്ഷേ സ്നേഹവും ശാസനയും സ്വപ്നങ്ങളും ധാരാളം ഉണ്ടായിരുന്നു. കലാമിന്റെ അച്ഛൻ ജൈനുലാബ്ദീൻ ഒരു ബോട്ടുടമയായിരുന്നു. അദ്ദേഹം അധികം സംസാരിക്കില്ല, പക്ഷെ ഓരോ വാക്കിലും ജ്ഞാനം ഉണ്ടായിരുന്നു. അമ്മ ആശിയമ്മ അവനോട് എപ്പോഴും കരുണയും പ്രാർത്ഥനയും പഠിപ്പിച്ചു കൊടുത്തു. നല്ല മനുഷ്യനാകുക, അമ്മ പറയും, അതാണ് ഏറ്റവും വലിയ വിജയം. ചെറുപ്പത്തിൽ കലാം പത്രവിതരണക്കാരനായി ജോലി ചെയ്തു. രാവിലെ സ്കൂളിന് മുമ്പ് പത്രം വിതരണം ചെയ്ത് കിട്ടുന്ന ചെറിയ വരുമാനം കുടുംബത്തിന് സഹായകമായി. ക്ഷീണം ഉണ്ടായിരുന്നുവെങ്കിലും പഠിക്കാനുള്ള ആഗ്രഹം അവനെ മുന്നോട്ട് നയിച്ചു. പുസ്തകങ്ങളോടുള്ള പ്രണയം അവന്റെ കണ്ണുകളിൽ തിളങ്ങി. സ്കൂളിൽ ഒരു ദിവസം അധ്യാപകൻ ക്ലാസ്സിൽ വിമാനത്തെ കുറിച്ച് പഠിപ്പിച്ചു. ആ നിമിഷം മുതൽ കലാമിന്റെ മനസ്സിൽ ഒരു സ്വപ്നം പിറന്നു. ഞാൻ ഒരു നാൾ ആകാശത്തോട് സംസാരിക്കും. പഠനത്തിൽ മികവ് തെളിയിച്ച കലാം എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയി.
അവിടെ പല വെല്ലുവിളികളും നേരിടേണ്ടി വന്നു. ചില പരീക്ഷകളിൽ പരാജയം സംഭവിച്ചു. ഒരിക്കൽ പൈലറ്റ് ആകാനുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാനായില്ല. കലാം നിരാശനായി. അപ്പോൾ ഒരു ഗുരു പറഞ്ഞു, പരാജയം അവസാനമല്ല, അത് പുതിയ വഴിയുടെ തുടക്കമാണ്. ആ വാക്കുകൾ കലാമിന്റെ ജീവിതം മാറ്റി. അദ്ദേഹം ശാസ്ത്രജ്ഞനായി. ഇന്ത്യയുടെ ബഹിരാകാശ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. റോക്കറ്റുകളും മിസൈലുകളും വികസിപ്പിക്കുന്നതിൽ അദ്ദേഹം നിർണായകമായ പങ്കുവഹിച്ചു. അതുകൊണ്ടാണ് ലോകം അദ്ദേഹത്തെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിളിച്ചത്. എന്നാൽ കലാമിന്റെ ഏറ്റവും വലിയ ശക്തി ശാസ്ത്രമല്ല, വിദ്യാർത്ഥികളോടുള്ള സ്നേഹമായിരുന്നു. അദ്ദേഹം എപ്പോഴും കുട്ടികളോട് ഒരു ചോദ്യം ചോദിക്കും, നിങ്ങളുടെ സ്വപ്നം എന്താണ്? പിന്നെ പറയും, വലിയ സ്വപ്നങ്ങൾ കാണും. സ്വപ്നങ്ങൾ ചിന്തകളാകും, ചിന്തകൾ പ്രവർത്തനമാകും. 2002 അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മാറി. രാഷ്ട്രപതി ഭവനത്തിൽ താമസിക്കുന്നുവെങ്കിലും കലാം ലളിതനായി തന്നെ ജീവിച്ചു. ആഡംബരങ്ങളില്ല, വിനയം മാത്രം. കുട്ടികളോടൊപ്പം ഇരുന്ന് എപ്പോഴും സംസാരിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടു. ഒരു വിദ്യാർത്ഥി ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു, സാർ, വിജയത്തിന്റെ രഹസ്യം എന്താണ്? കലാം ചിരിച്ച് മറുപടി നൽകി, കഠിനാധ്വാനം, സത്യസന്ധത, രാജ്യത്തോടുള്ള സ്നേഹം. ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ അദ്ദേഹം കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരു ക്ലാസ്സിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞത്. വിദ്യാർത്ഥികൾക്കിടയിൽ തന്റെ സ്വപ്നങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം വിട പറഞ്ഞത്. അബ്ദുൽ കലാമിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന വലിയ പാഠം ഇതാണ്. ചെറിയ തുടക്കങ്ങളിൽ നിന്ന് വലിയ സ്വപ്നങ്ങളിലേക്ക് എത്താം. സമ്പത്തൊന്നും വേണ്ട, മനസ്സിലെ ഒരു ഊർജം മാത്രം മതി. താങ്ക് യു. മാം തോട്ട് പറയട്ടെ? പറഞ്ഞോളൂ. Good afternoon. Today's thought: knowledge will give you the power, but character will give you respect. നമുക്ക് അറിവ് ശക്തി നൽകും, പക്ഷെ സ്വഭാവം നമുക്ക് ബഹുമാനമാണ് നൽകും. I repeat, knowledge will give you the power, but character will give you respect. അബ്ദുൽ കലാം പറഞ്ഞതാണ്. താങ്ക് യു മാം. ഓക്കെ, നമ്മള് പാർട്ട് 4 സ്റ്റാർട്ട് ചെയ്തായിരുന്നോ? സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞു. സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ആതിര മിസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു മിസ്സേ. ക്ലാസ് റൂം സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം സ്റ്റാർട്ട് ചെയ്തായിരുന്നു. യൂണിറ്റ് 1 സ്കൂൾ മാനേജ്മെന്റ് കേട്ടോ. എല്ലാവരും പേജ്, ടെക്സ്റ്റ് ബുക്കിൽ പേജ് എടുത്തോളൂ. എന്നിട്ടൊരു കാര്യം ചെയ്യാം, ഫസ്റ്റ് പേജ് റീഡ് ചെയ്യാം കേട്ടോ. പാർട്ട് 4 എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടോ? എന്താണെന്നുള്ളത്? പ്രീ സ്കൂൾ ഓർഗനൈസേഷൻ ആണ്. സ്കൂൾ മാനേജ്മെന്റ് അല്ലെങ്കിൽ സ്കൂൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, സ്കൂളിൽ എങ്ങനെയാണ് കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത്, എന്തൊക്കെ ഫങ്ഷൻസ് ആണ് സ്കൂളുകൾ നടത്തുന്നത്, അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു ചാപ്റ്റർ ഏകദേശം നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്, സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം. ക്ലാസ് റൂമിന്റെ സ്ട്രക്ചറെ കുറിച്ചിട്ടാണ് ആ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പൊ ഇതിന്റെ തുടക്കം സ്കൂൾ മാനേജ്മെന്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ സ്കൂൾ മാനേജ്മെന്റ് ആണ്. അപ്പൊ എല്ലാവരും തന്നെ അതൊന്ന് റീഡ് ചെയ്യാം.
റീഡ് ചെയ്ത് കഴിയുമ്പോൾ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നീമ രാജേഷ് ഒന്ന് റീഡ് ചെയ്തേ. In the present condition, the standard teachers are elected to be graduate, so the management awaits them to do office work also. Moreover, the KG teachers are tightly engaged in the class itself. They have to attend to the students comprehensively. Generally, they move less from school hours, whereas the standard teachers are changing themselves according to the subjects and have recreation periods also. So they should have to take part in the management. The work of managing the school can be classified on the following grounds: classroom management, premises and building maintenance, office maintenance, canvassing and propagandas, discipline maintenance, part in function and meeting, communication, financial assistance. ഓക്കെ എന്തെങ്കിലും മനസ്സിലായോ വായിച്ചിട്ട്? പേജ് നമ്പർ 158. നീമ എന്തെങ്കിലും ക്ലിയർ ആയോ വായിച്ചിട്ട്? ഓക്കെ ആയോ?
അത് LKG പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും പിന്നെ നമ്മുടെ കുറച്ചും കൂടെ എന്താ ഒന്നുകൂടി 5 വരെ അങ്ങനെയുള്ള ഡിവിഷനിലെ ടീച്ചേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ പറയുന്നത്? കമ്പാരിസൺ വരുന്നത്. ആ അപ്പോ സ്കൂൾ മാനേജ്മെന്റ് ഒന്ന് മ്യൂട്ട് ചെയ്യട്ടോ നീമ. സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോഴത്തെ കണ്ടീഷനിൽ എക്കോ വരുന്നുണ്ടോ? വരുന്നുണ്ട് മാം. ഇല്ല ഇല്ല. അസ്ന മ്യൂട്ട് ചെയ്യൂ. ഇപ്പോഴത്തെ കണ്ടീഷനില് സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സ് എന്നൊക്കെ പറയുന്നത്, അതായത് നമുക്കറിയാം ഓൾമോസ്റ്റ് എല്ലാ ടീച്ചേഴ്സും ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ്. നിങ്ങൾക്ക് തന്നെ ചിന്തിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ഗ്രാജുവേഷൻ ഇല്ലാത്ത ആളുകൾ വളരെ കുറവായിരിക്കും അല്ലെ? ഡിഗ്രി എങ്കിലും പാസ്സായിട്ടുള്ള ആളുകൾ ഉണ്ടാവില്ലേ? ടീച്ചർമാരായിട്ടുള്ളവരൊക്കെ ഡിഗ്രി പാസ്സായിട്ടുണ്ടാവില്ലേ ഏകദേശം? നമ്മൾ നോക്കുകയാണെങ്കിൽ മെജോറിറ്റിയും അല്ലെ? ഓക്കെ. അപ്പോ സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാല് അവര് കുറച്ചും കൂടി ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവരെ ഓഫീസ് വർക്കുകളെ ഏൽപ്പിക്കാനായിട്ട് മാനേജ്മെന്റ് കാത്തിരിക്കുന്നു എന്നാ പറയുന്നത് ആ ഫസ്റ്റ് സെന്റൻസിൽ. അപ്പോ അതിനകത്ത് നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, അതായത് ഒരു ടീച്ചറുടെ ജോലി എന്ന് പറയുന്നത് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുക മാത്രമല്ല, അതിലുപരി ഓഫീസ് വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്കുകളും ചെയ്യേണ്ടത് ടീച്ചറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അല്ലെങ്കിൽ അത് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആരാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്? ആരാ വെയിറ്റ് ചെയ്യുന്നേ? സ്കൂൾ മാനേജ്മെന്റ് കേട്ടോ. സ്കൂൾ മാനേജ്മെന്റ് ഇത്തരത്തിലുള്ള ടീച്ചേഴ്സിനെ വെയിറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. കാരണം അവരെ കൊണ്ട് ഇങ്ങനെയുള്ള ഓഫീസ് വർക്കുകൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇവിടെ കമ്പാരിസൺ വരുന്നതെന്ന് നോക്കാം. KG ടീച്ചേഴ്സ് ടൈറ്റ്ലി എൻഗേജ്ഡ് ഇൻ ദ ക്ലാസ് ഇറ്റ്സെൽഫ്. അതായത് KG ടീച്ചേഴ്സിനെ കൊണ്ട് ഇത്തരത്തിലുള്ള ഓഫീസ് വർക്കുകൾ അധികം ചെയ്യിക്കാറുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഉയർന്ന ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ പോലെ ഓഫീസ് വർക്കുകൾ അവർക്ക് കൊടുക്കാറില്ല. അതിന്റെ റീസൺ എന്തെന്ന് പറയുന്നത് KG ടീച്ചേഴ്സ് എപ്പോഴും ക്ലാസ്സിൽ എൻഗേജ്ഡ് ആയിരിക്കും. ഭയങ്കര ടൈറ്റ് ആയിരിക്കും അവരുടെ ക്ലാസ് എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയാൽ അറിയാനായിട്ട് സാധിക്കും. KG ടീച്ചർമാര് നമുക്കറിയാം കുഞ്ഞു കുട്ടികളാണ്. അപ്പൊ ഈ കുട്ടികളെ ഏത് സമയവും എന്ത് ചെയ്യണം? വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലെ? രാവിലെ 9 മണിക്കാണ് സ്കൂൾ തുടങ്ങുന്നതെങ്കിൽ 3 മണിക്ക് വിടുന്ന സ്കൂളാണെങ്കിൽ 9 മണി തുടങ്ങി 3 മണി വരെ എന്ത് ചെയ്യണം? ഒബ്സർവ് ചെയ്യണ്ടേ കുട്ടികൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അല്ലെ? അല്ലെങ്കിൽ അവരെന്തെങ്കിലും കുരുത്തക്കേടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവർ ഒപ്പിക്കോ അല്ലെ? അപ്പോ മാത്രമല്ല കുറെ കുട്ടികൾ ഉണ്ടാകും. അപ്പോ എല്ലാവരും ഒരേപോലെ ആകണം എന്നില്ല. ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും. ചിലർക്ക് ദേഷ്യം കൂടുതലായിരിക്കാം, ചിലർക്ക് വാശി കൂടുതലായിരിക്കാം, ചിലർ ഭയങ്കരമായിട്ട് കരയുന്നവരുണ്ടാകാം അല്ലെ? അപ്പൊ പലതരത്തിലുള്ള കുട്ടികളാണ് നമ്മുടെ ഇടയിലുള്ളത്. അപ്പോ ഇവരെ ഒബ്സർവ് ചെയ്യാന്ന് പറയുന്നത് അത് ഫുള്ളായിട്ട് ടൈറ്റ് ആയിട്ട് ക്ലാസ്സിൽ എൻഗേജ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അവരുടെ എന്താ പറയാ അവരുടെ ജോലി എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം കുഞ്ഞു കുട്ടികളാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ വളരെയധികം കെയർഫുൾ ആയിട്ടും വളരെയധികം നമ്മൾ ശ്രദ്ധ കൊടുത്തിട്ടും വേണം കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യാൻ. ക്ലാസ് സമയത്ത് മാത്രമല്ല കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുന്നത് അല്ലെ? ഇന്റർവെൽ സമയത്ത് പോലും എന്ത് ചെയ്തിരിക്കണം? ഇവരെ വാച്ച് ചെയ്തിരിക്കണം. ലഞ്ച് സമയത്തൊക്കെ ടീച്ചർ കൂടെ ഇരിക്കില്ലേ? നഴ്സറി കുട്ടികളുടെ കൂടെ ടീച്ചർ ഇരുന്നിട്ടല്ലേ ഫുഡൊക്കെ സെർവ് ചെയ്ത് കൊടുക്കുന്നത്? അവര് കഴിച്ചു തീരുന്നത് വരെ ആര് പോവില്ല? ടീച്ചർ പോവില്ല. കുട്ടികൾ കഴിച്ചു തീർന്നാലാണ് ടീച്ചേഴ്സ് കഴിക്കുക. ഓക്കെ. അപ്പൊ ഇവിടെ ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് സ്കൂൾ അവേഴ്സിനേക്കാളും കുറച്ചുകൂടി സമയം കൂടുതൽ ചിലപ്പോൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതെങ്ങനെയാ? കുട്ടികളെ രാവിലെ വരുന്നു. അവര് രാവിലെ വരുന്നതിന് മുമ്പായിട്ട് ടീച്ചർ അവിടെ പ്രസന്റ് ആയിരിക്കണം. കുട്ടികള് വൈകിട്ട് സ്കൂള് വിട്ടു പോകുന്നു. അവസാനത്തെ കുട്ടിയും പോയതിന് ശേഷം മാത്രമേ ടീച്ചർക്ക് സ്കൂൾ വിട്ടു പോകാനായിട്ട് പറ്റുള്ളൂ. ചിലപ്പോൾ കുട്ടിയെ സ്കൂൾ വാനില് കയറ്റി വിടാം, അല്ലെങ്കിൽ പാരന്റ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പൊ 3:30 ചിലപ്പോൾ സ്കൂൾ ടൈം അവസാനിക്കുന്നത്. പക്ഷെ ലാസ്റ്റത്തെ കുട്ടി അല്ലെങ്കിൽ ലാസ്റ്റത്തെ ബസ് വാൻ എപ്പോഴാണോ വരുന്നത് അതുവരെ ആര് വെയിറ്റ് ചെയ്യേണ്ടി വരും? KG ടീച്ചർ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോ കുറേയധികം വ്യത്യാസങ്ങൾ ഉണ്ട് ഇവിടെ. അപ്പൊ ഇവിടെ സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സുമായിട്ട് എങ്ങനെയാണ് അത് നമുക്ക് കമ്പാരിസൺ വരുന്നതെന്ന് നോക്കാം.
സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാല് അവർക്കൊരു സബ്ജക്റ്റോ അല്ലെങ്കിൽ ഒരു ക്ലാസ്സോ കൈകാര്യം ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു ടോപ്പിക്, ഇപ്പൊ ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിക്കുന്ന ടീച്ചർ എന്ന് പറഞ്ഞാൽ അവർക്കൊരു ടോപ്പിക് കൊടുക്കും. ചിലപ്പോൾ മാത്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സയൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ലാംഗ്വേജ് ഏതെങ്കിലും ആയിരിക്കാം. ഓക്കെ, അപ്പൊ അത് അവർക്ക് കൊടുക്കുമ്പോൾ അത് അവര് കൈകാര്യം ചെയ്താൽ മതി. ആ പീരീഡ് കഴിയുമ്പോൾ എന്ത് ചെയ്യാം, അവർക്ക് സ്റ്റാഫ് റൂമിൽ പോയിട്ട് ഫ്രീ ആയിട്ടിരിക്കാം. ആണോ ഞാൻ പറയുന്നത്? കറക്റ്റ് ആണോ? കമ്പാരിസൺ ആണ് ഇവിടെ നടക്കുന്നത്. KG ടീച്ചർ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യണം. പക്ഷെ മറ്റ് ടീച്ചേഴ്സ്, സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ പീരീഡ് എപ്പോഴാണോ അവർക്ക് പീരീഡ് കൊടുത്തിരിക്കുന്നത് ആ പീരീഡിൽ ചെന്ന് ക്ലാസ് എടുത്തു കഴിഞ്ഞ് അവർക്ക് സ്റ്റാഫ് റൂമിൽ വന്നിരിക്കാം. അപ്പൊ അവർക്ക് റിക്രിയേഷൻ പീരീഡ്സ്, അതായത് ഫ്രീ ടൈം കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് എന്ത് ചെയ്യാറുണ്ട്, ഈ സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സിന് ചില ജോലികൾ കൊടുക്കാറുണ്ട്. ഓഫീസ് വർക്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓഫീസിലെ ഫയലുകളുമായി ബന്ധപ്പെട്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചില ജോലികൾ അവർക്ക് കൊടുക്കാറുണ്ട്. അതാണ് ആ പാരഗ്രാഫ് പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് ഇവിടെ വരുന്നത് എന്താണ്, കമ്പാരിസൺ ആണ് കേട്ടോ. പക്ഷെ KG ടീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിയാം ജോലി കുറച്ച് കൂടുതലാണെങ്കിലും ആ ജോലി എന്ന് പറയുന്നത് നമ്മള് സംതൃപ്തിയോടുകൂടിയാണ് ചെയ്യുന്നതെങ്കിൽ അതിൽ പരം ഒന്നുമില്ല. കാരണം കുഞ്ഞു കുട്ടികളെയാണ് കൈകാര്യം ചെയ്യുന്നത്. ആ കിട്ടുന്ന സന്തോഷം നമുക്ക് വേറെ ഒന്നിലും കിട്ടില്ല. അത് തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മതി അല്ലെ. കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അടിസ്ഥാനം, നമ്മൾ എങ്ങനെയാണ് ആ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ആ പ്രൊഫഷൻ മുന്നോട്ട് പോകുന്നത്. അപ്പോ വ്യത്യാസമുണ്ട് രണ്ടിലും. ഈ പറഞ്ഞാൽ ഇവിടെ ഈ PDF പറയുന്നത് പോലെ സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സിന് ഫ്രീ പീരീഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ ജോലി എളുപ്പമല്ല. അവര് വലിയ ക്ലാസ്സുകളാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ച് കോംപ്ലിക്കേഷനും കൂടും. കാരണം ധാരാളം കാര്യങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും, റെഫർ ചെയ്യേണ്ടി വരും അല്ലെ. അങ്ങനെ കുറെ കാര്യങ്ങൾ സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം ഈ KG ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സ്കൂൾ ടൈം വിട്ട് കഴിഞ്ഞാലും സ്കൂളിൽ നിൽക്കുന്നതായിട്ട് കാണാം. ലാസ്റ്റത്തെ കുട്ടിയും പുറത്തു പോകുന്നത് വരെ, വീട്ടിലേക്ക് പോകുന്നത് വരെ. പക്ഷെ സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സ് കുട്ടികൾ എപ്പോഴാണോ ലോങ് ബെൽ അടിച്ച് പുറത്തേക്ക് പോകുന്നത് ആ സമയം ടീച്ചേഴ്സും പുറത്തു പോകും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട് രണ്ട് ഇതും തമ്മില്. പക്ഷെ എന്നിരുന്നാലും KG സെഷൻ കൈകാര്യം ചെയ്യാന്ന് പറയുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒന്നാണ്. കുട്ടികളെ കൈകാര്യം ചെയ്യുക, കുട്ടികളുടെ കളിച്ചിരികൾ കാണുക, അവരെ പഠിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ ഇത് രണ്ടിന്റെയും എന്താ പറയുക, ഒരു കമ്പാരിസൺ മാത്രമാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ക്ലിയർ ആയോ? ഇത്രയും പറഞ്ഞത് ഓക്കെ ആണോ? ഓക്കെ ആണ്. Yes, ma'am. ഇനി താഴെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു സ്കൂൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, അതിന്റെ ചില ഘടകങ്ങൾ അല്ലെങ്കിൽ ചില എലമെന്റ്സ്, കമ്പോണൻസ് താഴെ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ആദ്യം വരുന്നതാണ് ക്ലാസ് റൂം മാനേജ്മെന്റ്. ഒരു ടീച്ചർ ആകുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലൊന്നാണ് ക്ലാസ് റൂം മാനേജ്മെന്റ്. എന്താണ് ഈ ക്ലാസ് റൂം മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ ക്ലാസ് റൂം മാനേജ്മെന്റ്? ക്ലാസ് റൂമിനെ മൊത്തത്തിൽ നമ്മൾ മാനേജ് ചെയ്യണം. അതായത് കുട്ടികളെ ഇങ്ങനെ കരയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ മാനേജ് ചെയ്യണം. അവര് വിഷമിക്കോ അല്ലെങ്കിൽ എല്ലാം അവരുടെ കാര്യങ്ങൾ നോക്കണം. നമ്മള് മൊത്തത്തില് കുട്ടികളെല്ലാരും ഒരേപോലെ നമ്മൾ ശ്രദ്ധിക്കണം. അതെ, യെസ്. ഇപ്പൊ ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ക്ലാസ് റൂമിൽ നല്ല രീതിയിലുള്ള ഒരു അറ്റൻഷൻ കൊടുക്കണം കുട്ടികൾക്ക്. എല്ലാ കുട്ടികളെയും, ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻസ് നമ്മൾ എന്ത് കൊടുത്തിരിക്കണം? അറ്റൻഷൻ കൊടുത്തിരിക്കണം. പിന്നെ അതുപോലെ തന്നെ കുട്ടികള് നല്ല രീതിയിലാണോ, ഡിസിപ്ലിൻഡ് ആയിട്ടാണോ ക്ലാസ്സിൽ ഇരിക്കേണ്ടത് എന്നുള്ള കാര്യവും ശ്രദ്ധിക്കണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ബുക്സ് ഒക്കെ നീറ്റ് ആയിട്ടാണോ വെച്ചിരിക്കുന്നത്? ഇപ്പോ ഡെസ്കിലൊക്കെ ബുക്കൊക്കെ വെച്ചിരിക്കുന്ന രീതി, ബാഗ് ഒക്കെ നീറ്റ് ആയിട്ടാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഹോംവർക്ക് ഒക്കെ നേരാവണ്ണം ചെയ്തിട്ടുണ്ടോ, കറക്റ്റ് ആയിട്ട് ഹോംവർക്ക് ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. ആസ് എ ടീച്ചർ അവരുടെ ഡ്യൂട്ടിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങള്, പിന്നെ കുട്ടികളുടെ അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോവാം
അതൊക്കെ ക്ലാസ് റൂം മാനേജ്മെന്റിൽ വരുന്നതാണ്. അതായത് ചില കുട്ടികൾക്ക് പാട്ട് കേൾക്കുന്നതായിരിക്കും കൂടുതൽ ഇഷ്ടം, അങ്ങനെ ക്ലാസ് എടുക്കുന്നതായിരിക്കും ഇഷ്ടം. ചില കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കഥ പറഞ്ഞിട്ട് ക്ലാസ് എടുക്കുന്നതായിരിക്കും ഇഷ്ടം. ഇനി ചില കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ടീച്ചർ ഡാൻസ് കളിക്കുന്നതായിരിക്കും ഇഷ്ടം, അല്ലെ? കുറേയധികം ആക്ഷൻസിലൂടെയൊക്കെ എന്ത് ചെയ്യാണ്, കുട്ടികളെ ഓരോ ലെസൺസ് പഠിപ്പിക്കുകയാണ്. അപ്പോ കുട്ടികൾക്ക് എന്താണോ ഇഷ്ടം അതിനനുസരിച്ച് ആ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് ഒരു ടീച്ചറിന്റെ ഡ്യൂട്ടിയാണ്. അത് ക്ലാസ് റൂം മാനേജ്മെന്റിൽ വരുന്നതാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് സീറ്റിംഗ് ആണ്. സീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സീറ്റിംഗ് ശ്രദ്ധിക്കാറുണ്ട്. അതായത് ക്ലാസ് ടീച്ചർ ക്ലാസ് റൂമിൽ വരുമ്പോൾ നോക്കുന്ന ഒരു കാര്യമാണ് ഈ സീറ്റിംഗ് എന്ന് പറയുന്നത്. എല്ലാ ടീച്ചേഴ്സും ശ്രദ്ധിക്കും. ഓവറോൾ ഒന്ന് കണ്ണോടിക്കില്ലേ ടീച്ചർ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ? ഒന്ന് ഓർത്ത് നോക്കിയേ, നിങ്ങളുടെ ചെറുപ്പകാലം ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്ന് സീറ്റിംഗ്. അതായത് കുട്ടി കറക്റ്റ് പൊസിഷനിലാണോ ഇരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, കറക്റ്റ് പൊസിഷനിലാണോ, അതായത് നേരാൻ വണ്ണം ഇരിക്കുന്നുണ്ടോ, ഷോൾഡർ ഒക്കെ, അതായത് നമ്മൾ കുറച്ച് നേരം വേണം, അതായത് നല്ല രീതിയിൽ നേരെ നട്ടല് നിവർത്തിയേക്ക് ഇരിക്കാന്നൊക്കെ പറയൂ അല്ലെ? ചില ടീച്ചേഴ്സ് ഒന്നും ശ്രദ്ധിക്കില്ല കേട്ടോ. പക്ഷെ കുഞ്ഞുങ്ങളുടെ പോസ്റ്റർ കറക്റ്റ് ആണോ എന്ന് നോക്കണം. നേരെ നിവർന്ന് ഇരിക്കാനായിട്ട് കുഞ്ഞുങ്ങളോട് പറയണം. പിന്നെ ചില കേസുകളിൽ ഇപ്പൊ ക്ലാസ്സുകളിലൊക്കെ റൊട്ടേഷൻ ഉണ്ട് അല്ലെ? മുമ്പൊക്കെ ആയിരുന്നു അതില്ലാത്തത്. റൊട്ടേഷന്റെ ബെനിഫിറ്റ് എന്താ? റൊട്ടേഷൻ സീറ്റിംഗില് റൊട്ടേഷന്റെ ബെനിഫിറ്റ് എന്താ? റൊട്ടേഷൻ നിങ്ങൾ പഠിച്ചിരുന്ന സമയത്ത് റൊട്ടേഷൻ നടത്തിയിട്ടുണ്ടോ? ഉണ്ട്. ആ ഉണ്ട് മാം. ഉണ്ട്. എന്താണ് മിസ് അത് ബെനിഫിറ്റ്? മാത്രല്ല കേട്ടോ, നന്നായി വർത്താനം പറയണ കുട്ടികളെ ഒരുമിച്ചിരുത്തില്ല, മിസ് മാറ്റിയിരുത്തും. മാറ്റിയിരുത്തും. ഓക്കെ ഓക്കെ, അത് ശരിയാണ്. റൊട്ടേഷന്റെ പ്രത്യേകത എന്താ? നമുക്ക് എല്ലാ ഭാഗത്തും ഇരിക്കാൻ പറ്റുമല്ലോ. അതായത് ഒരു അതെ, സ്ഥലത്ത് മാത്രം എല്ലാ കുട്ടികൾക്കും അറ്റൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് റൊട്ടേഷൻ. അതായത് എപ്പോഴും കുറച്ച് കുട്ടികളെ മാത്രം ഫ്രണ്ടിലും കുറച്ച് കുട്ടികളെ മാത്രം ബാക്കിലുമായിട്ട് ഇരുത്തില്ല. അങ്ങനെയുള്ള ഒരു എന്താ പറയുക സിസ്റ്റത്തിലൂടെയല്ല റൊട്ടേഷൻ കടന്നു പോകുന്നത്. ഇപ്പോ ഒരു ദിവസം ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്ന കുട്ടിയാണെങ്കിൽ രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ സൈഡിലുള്ള ബെഞ്ചിലാണ് ആ കുട്ടി ഇരിക്കുന്നത്. അങ്ങനെ 3ഉം 4 ബെഞ്ചും ഓരോ ദിവസവും എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഓരോ വീക്കും എന്ത് ചെയ്യും, മാറി മാറി വരും. അപ്പൊ ഓരോ കുട്ടികൾക്കും സ്പെസിഫിക് ആയിട്ടുള്ള അറ്റൻഷൻ കൊടുക്കുന്നതിനും അവർക്ക് എന്താ പറയാ, ചില കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ബാക്ക് ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് ബാക്ക് ബെഞ്ചേഴ്സ് ആയിട്ട് പോയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോ അത്തരത്തിലുള്ള ആളുകളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് നടത്തുന്നത്, റൊട്ടേഷൻ എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം നടത്തുന്നത്. പിന്നെ അതുപോലെ തന്നെ ക്ലാസ്സിൽ നടക്കുന്ന ഒരു കാര്യമാണ്, മുമ്പേ തന്നെ ഉള്ള ഒരു കാര്യമാണ്. അതായത് ഹൈറ്റ് കൂടിയ കുട്ടികൾ എപ്പോഴും ബാക്കിലായിരിക്കും ഉണ്ടാവുക, ഹൈറ്റ് കുറഞ്ഞ കുട്ടികൾ എപ്പോഴും ഫ്രണ്ടിലായിരിക്കും ഉണ്ടാവുക. കാരണം എന്ന് വെച്ചാൽ ഹൈറ്റ് കൂടിയ കുട്ടികൾ ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഹൈറ്റ് കുറഞ്ഞ കുട്ടികൾക്ക് ബ്ലാക്ക് ബോർഡ് കാണാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ ടീച്ചറെ കാണാനായിട്ട് സാധിക്കില്ല അല്ലെ? ആ ഒരു ഇത് നമ്മൾ കാണാറുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നു കേട്ടോ. ഇപ്പൊ റൊട്ടേഷൻ തന്നെയാണ് എപ്പോഴും എല്ലാ ക്ലാസ് റൂമിലും യൂസ് ചെയ്യുന്നത്, ആ ഒരു മെത്തേഡ് തന്നെയാണ്. പിന്നെന്തല്ല മിസ്സേ, പഠിക്കണ കുട്ടികളെ ഫ്രണ്ട് ബെഞ്ചിൽ ഇരുത്തും, പഠിക്കാത്ത കുട്ടികളെ ബാക്ക് ബെഞ്ചില്. അങ്ങനെ പേരൻസ് കുറെ കംപ്ലൈന്റ് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. അങ്ങനെ റൊട്ടേഷൻ ചെയ്യണത് അങ്ങനെ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അറിഞ്ഞിട്ടുണ്ട് അല്ലെ? മുമ്പൊക്കെ എന്റെ സമയത്ത്, ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ, ചെറിയ ക്ലാസ്സില് പഠിക്കുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു, പഠിക്കുന്ന കുട്ടികളെ ഫ്രണ്ടിലായിട്ട് ഇരുത്തും, പഠിക്കാത്ത കുട്ടികളെ ബാക്കിലായിട്ട് ഇരുത്തും. അതെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഈ സൈഡ് വോൾസ് ഉണ്ടല്ലോ, അതായത് റൂമായിട്ട് തിരിച്ചിട്ടില്ല, ഒരു സംഭവവും ഇല്ല, നീക്കുന്നത് മറ പോലെ വെക്കാനായിട്ട്. എന്താ ഇതിന്റെ കറക്റ്റ് പേര്, നമ്മുടെ സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂമിലുണ്ട്, ആ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ആ സംഭവം അതെ അതെ, അത് ക്ലാസ് മറയ്ക്കും. അങ്ങനെയാണ് ഓരോ ക്ലാസ്സും മറച്ചു വെച്ചിരിക്കുന്നത്, അതായത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ ഞാനിരിക്കുന്ന ക്ലാസ്സിൽ, ഞാൻ അന്ന് 2ൽ എന്തോ പഠിക്കുന്ന സമയത്താണ്. അപ്പൊ അവിടെ ഞങ്ങൾക്ക് എന്റെ ക്ലാസ് ടീച്ചറായിട്ട് വന്നത് ഹെഡ് മാസ്റ്റർ തന്നെയാണ്. ടീച്ചർ പഠിപ്പിക്കുന്നത് മാത്സ് ആണ് കേട്ടോ. അപ്പോ പഠിപ്പിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ടീച്ചർക്ക് ഇഷ്ടമുള്ള കുറച്ച് കുട്ടികളുണ്ട്, നന്നായിട്ട് മാത്സ് ഒക്കെ ചെയ്യുന്ന. ടീച്ചർ ഒന്ന് ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്ത് ചെയ്യും, അതിന്റെ ആൻസർ അവര് അപ്പൊ തന്നെ സോൾവ് ചെയ്യും.
ആ ഒരു രീതിയിൽ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ഒരു 5-6 പേരുണ്ട്. അവരെന്ത് ചെയ്യുമെന്നോ, ടീച്ചർ നിൽക്കുന്നത് സെൻട്രൽ പൊസിഷനിലാണ്. ആ ടീച്ചർക്ക് നേരെ വരുന്ന 2-3 ബെഞ്ചുകളിലായിട്ട് ഇവരെ ഇരുത്തും. ബാക്കി ആവറേജും അതുപോലെ തന്നെ ബിലോ ആവറേജ് ആയിട്ടുള്ള കുട്ടികളൊക്കെ സൈഡിലായിട്ട് ഇരുത്തും. അതായത് ഓരോ മൂലക്ക് കൊണ്ടുപോയി ബെഞ്ചിടും. അന്നൊന്നും ഡെസ്ക് ഇല്ല. ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും ഡെസ്ക് ഇല്ല, ബെഞ്ച് മാത്രമേ ഉള്ളൂ. ഈ ബെഞ്ചിലാണ് 3 ബെഞ്ചില് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികള്, ബാക്കി സൈഡിലൊക്കെ ആവറേജ് പഠിക്കുന്ന കുട്ടികള്. അപ്പൊ ഈ ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കണം, മാത്സ് ആണ് പഠിപ്പിക്കുന്നത്. ഈ ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് ടീച്ചറിനെ ഏറ്റവും നന്നായിട്ട് കാണാൻ പറ്റുന്നത് ഈ സെൻട്രലായിട്ട് കിടക്കുന്ന കുട്ടികളെയാ, അതായത് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ. അപ്പോ അവര് എന്ത് ചോദ്യം ചോദിച്ചാലും എന്ത് കാര്യം പറഞ്ഞാലും ടീച്ചർ അപ്പൊ തന്നെ ആൻസർ പറഞ്ഞു കൊടുക്കും. ബാക്കിയുള്ള ആളുകൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും മിണ്ടില്ല, ശ്രദ്ധിക്കില്ല ഭാഗത്തേക്ക്. ടീച്ചറുടെ ശ്രദ്ധ മുഴുവൻ പോകുന്നത് ടീച്ചർ ആ സെൻട്രലായിട്ട് ഇരുത്തിയിരിക്കുന്ന കുട്ടികളിലേക്ക് മാത്രമാണ്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള സിസ്റ്റം ഒക്കെ മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ നിന്നൊക്കെ കുറെ മാറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതാണ്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഒരു കുട്ടിയെ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഇന്ന കുട്ടികളെ മാത്രമല്ല നമ്മള്, അല്ലെ, അവർക്കെല്ലാം പ്രയോറിറ്റി കൊടുക്കണം. എല്ലാ കുട്ടികൾക്കും നമ്മൾ അറ്റൻഷൻ കൊടുക്കണം. ഒരു ക്ലാസ്സില് പഠിക്കാത്ത കുട്ടികളും ഉണ്ട്, പഠിക്കുന്ന കുട്ടികളും ഉണ്ടാവാം. പക്ഷെ ഈക്വൽ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് അവർക്ക് കൊടുക്കണം. പഠിക്കാത്ത കുട്ടികളെ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. മനസ്സിലായോ? അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം. സീറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കറക്റ്റ് ആയിട്ട് നോക്കണം. കുട്ടികളുടെ പൊസിഷൻ ഒക്കെ കറക്റ്റ് ആണോ, അവർ നേരെയൊക്കെയാണോ ഇരിക്കുന്നത്, കുട്ടികൾക്ക് കാണാനൊക്കെ പറ്റുന്നുണ്ടോ, ബ്ലാക്ക് ബോർഡിൽ എഴുതുന്നത്, ടീച്ചർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡിസിപ്ലിൻ അടുത്തത്, അതായത് കുട്ടികളെ അടക്കിയിരുത്തുക. നമുക്കറിയാം ഏത് സമയം തക്കം കിട്ടിയാല് ഒച്ചപ്പാടെടുക്കുന്ന കുട്ടികളുണ്ട്, അല്ലേ? പിന്നെ ടീച്ചർ വന്നിട്ട് പറയണം സൈലൻസ് എന്ന് പറയണം, അല്ലെ? അല്ലെങ്കിൽ വടി കൊണ്ട് ഡെസ്കിൽ അടിക്കണം. അപ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്, മിണ്ടാതിരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ട്രിക്ക് ഉപയോഗിച്ച് ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ അവരെ അടക്കിയിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ചിലപ്പോ ആദ്യമൊന്നും നമ്മൾക്ക് സാധിച്ചെന്ന് വരില്ല, കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടാവും. പക്ഷെ പിന്നെ അത് ശരിയായി വരും. നിങ്ങളുടെ ട്രാക്കിലിട്ട് കുട്ടികളെ കൊണ്ടുവരിക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ. ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുക. അതായത് ഓരോ കുട്ടിയെയും ശാന്തനായിട്ട് ഇരുത്താനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കുട്ടികളുടെ കഴിവുകൾ എന്താണ്, കുറവുകൾ എന്താണെന്ന് കണ്ടെത്തുക. ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഓരോ കുട്ടിയെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ കുട്ടിയുടെ കഴിവുകൾ എന്താണ്, സ്കിൽസ് എന്താണ്, അതുപോലെ തന്നെ കുറവുകൾ എന്താണ്. ഇതൊക്കെ ആർക്കറിയാൻ പറ്റും, ടീച്ചർക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, ടീച്ചർ പറഞ്ഞിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും അറിയുന്നത്, അല്ല നിങ്ങളുടെ കുട്ടികളുടെ കേസ് തന്നെ എടുത്താൽ അറിയാം. ടീച്ചർ പറഞ്ഞിട്ട് നമ്മൾ പല കാര്യങ്ങളും അറിയാറില്ലേ? കുട്ടിക്ക് അതിന് കഴിവുണ്ട്, അല്ലെങ്കിൽ കുട്ടി ഇത് ചെയ്യുന്നില്ല, ടീച്ചേഴ്സ് പറയാറില്ലേ, നിങ്ങളോട് ഷെയർ ചെയ്യാറില്ലേ മക്കളുടെ കാര്യം? കാരണം എന്തുകൊണ്ടാ? അതായത് നമ്മുടെ മക്കള് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് സ്കൂളാണ്. ഏറ്റവും കൂടുതൽ അവരെ അറിയാനായിട്ട് സാധിക്കുന്നതും ടീച്ചർക്കായിരിക്കുള്ളൂ. അപ്പൊ നമ്മള് അവരെന്തായാലും അറ്റൻഷൻ കൊടുക്കും. പ്രത്യേകിച്ചും KG സെഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അത്രമാത്രം അറ്റൻഷൻ ഒക്കെയാണ് കൊടുക്കുന്നത്. അപ്പൊ അവരും പറയും നമ്മളോട്, കുഞ്ഞിന് ഇത് ഈ ഒരു കേപ്പബിലിറ്റി ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഇതിനൊരു കഴിവുണ്ട് കേട്ടോ, അവൻ ഇതിൽ ചേർക്കണം, അല്ലെങ്കിൽ അവന് കുറച്ചും കൂടി അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നൊക്കെ ടീച്ചർ പറഞ്ഞു തരും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കുട്ടിയെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഗ്രൂപ്പ് വർക്ക്, അതായത് കുട്ടികൾക്ക് ഒറ്റയ്ക്ക് വർക്ക് കൊടുക്കുന്നതിന് പകരം, അതായത് ഒറ്റയ്ക്കായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് കുട്ടികൾക്ക് വർക്ക് കൊടുക്കാം. പക്ഷെ അതിലുപരി അവരുടെ ഒരു എന്താ പറയാ കോർഡിനേഷൻ, അല്ലെങ്കിൽ അവരുടെ ഒരു ഇന്ററാക്ഷൻ ഒക്കെ വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രൂപ്പ് വർക്കുകൾ കൊടുക്കാം. ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ആ ഗ്രൂപ്പിലെ എല്ലാ കുട്ടികൾക്കും തുല്യ പ്രാധാന്യം കൊടുക്കണം. നമുക്കറിയാം ചിലതില് ഗ്രൂപ്പ് ലീഡർ വരും, അല്ലെ? ഗ്രൂപ്പ് ലീഡർ വരുമ്പോൾ എന്താണ് ഉണ്ടാവുക? ഗ്രൂപ്പ് ലീഡറും
ക്ലാസ് ടീച്ചറും തമ്മിലാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുക. അത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്, യൂണിറ്റ് 4. അപ്പൊ അതിനകത്ത് കമ്മ്യൂണിക്കേഷന്റെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പൊ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചതിന് ശേഷം ലീഡറെ നമ്മൾ സെലക്ട് ചെയ്ത്, ലീഡർ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ലീഡർ ഉണ്ടെങ്കിൽ കൂടിയും മറ്റുള്ള കുട്ടികൾക്ക് അറ്റൻഷൻ കൊടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ കൂടി അഭിപ്രായങ്ങൾ ടീച്ചർ കേൾക്കുന്ന രീതിയിലുള്ള ഗ്രൂപ്പുകളാക്കി മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഗ്രൂപ്പുകളായിട്ട് തിരിക്കുമ്പോഴുള്ള പ്രത്യേകത, ഗ്രൂപ്പ് ലീഡറും അതുപോലെ തന്നെ ടീച്ചറുമായിരിക്കും കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. ഇപ്പൊ അഞ്ച് പേരുള്ള ഒരു ഗ്രൂപ്പായിട്ട് തിരിച്ചു എന്ന് വിചാരിക്കുക. അതിനകത്ത് ഗ്രൂപ്പ് ലീഡർ ഉൾപ്പെടെയാണ് 5 പേരെന്ന് പറയുന്നത്. അപ്പൊ ഈ 4 പേര് പറയുന്ന കാര്യം ഗ്രൂപ്പ് ലീഡർ മുഖേനയാണ് ആരറിയുന്നത്? ടീച്ചർ അറിയുന്നത്. അപ്പൊ ചിലപ്പോ ടീച്ചർക്ക് മറ്റു കുട്ടികളെ ശ്രദ്ധിക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. ഗ്രൂപ്പ് ലീഡറെ മാത്രമാണ് ടീച്ചർ ശ്രദ്ധിക്കുക. ശരിയല്ലേ? നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, നിങ്ങളുടെ ചെറുപ്പ കാലഘട്ടത്തില് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഗ്രൂപ്പുകളായിട്ട് നിങ്ങളെ തിരിച്ചിട്ടില്ലേ? എന്തെങ്കിലും വർക്ക് തന്നിട്ടുണ്ടോ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ട്? അപ്പൊ അതിനകത്തൊരു ഗ്രൂപ്പ് ലീഡറെയും സെലക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ? ആ ഗ്രൂപ്പ് ലീഡറോടാണ് നമ്മൾ പല കാര്യങ്ങളും പറയുക. അദ്ദേഹം എന്ത് ചെയ്യും? അത് ടീച്ചറിനോട് ചെന്ന് പറയും അല്ലെ? അപ്പോ വർക്ക് കൊടുക്കുന്ന സമയത്ത്, ആക്ടിവിറ്റീസ് കൊടുക്കുന്ന സമയത്ത് അത് ഗ്രൂപ്പുകളായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതിനകത്ത് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഗ്രൂപ്പിലെ എല്ലാ കുട്ടികൾക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഗ്രൂപ്പുകളായി കൊടുക്കുന്നതിന്റെ മറ്റൊരു പ്രത്യേകത, ചില കുട്ടികൾക്ക് ഒറ്റയ്ക്ക് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് പേടി ഉണ്ടാവും. ഞാൻ ചെയ്താൽ ശരിയാകോ, അല്ലെങ്കിൽ തെറ്റിപ്പോവോ, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഫിയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ എന്റെ കൂടെ ഒരാളുണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യത്തിൽ എന്ത് ചെയ്യാം, ആ വർക്കുകൾ കംപ്ലീറ്റ് ആക്കാം. അപ്പൊ ആ 2 രീതിയിൽ എന്ത് ചെയ്യണം, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്കൂളിൽ അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചിരിക്കണം പറയുമ്പോ. അപ്പൊ ഗ്രൂപ്പായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ മറ്റൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കുട്ടികൾക്ക് ഭയമില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രൂപ്പുകളായിട്ട് നമ്മൾ വർക്ക് കൊടുക്കുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ ഇത്രയും പോയിന്റ്സ് പറഞ്ഞു. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? എക്സ്ട്രാ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് പറയാട്ടോ. എനിക്ക് അറിയാത്ത പല പോയിന്റ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ സീറ്റിംഗ് പറഞ്ഞു, അതുപോലെ തന്നെ ഡിസിപ്ലിനെ കുറിച്ച് പറഞ്ഞു, ക്ലാസ് റൂം മാനേജ്മെന്റില്, പിന്നെ ഗ്രൂപ്പ് വർക്ക് പറഞ്ഞു. ഇതിനകത്ത് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടോ? ആർക്കില്ല? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. യുദ്ധി, എന്തെങ്കിലും പറയാനുണ്ടോ? ഹെൽപ്പിംഗ് മെന്റാലിറ്റി, അതായത് അത് കുട്ടികളിൽ വളർത്തിയെടുക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ? മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക. യെസ്. ഷെയറിങ്, ഷെയറിങ് ആൻഡ് കെയറിങ് അല്ലെ? എന്ത് സാധനം? Encouraging others. ഹൈജീൻ. ഹൈജീൻ. അത് ഞാൻ വരുന്നുണ്ട്, ആ പോയിന്റിലേക്ക് വരുന്നുണ്ട്. പിന്നെ അത്രേ ഉള്ളൂ. ഓക്കെ. ഹൈജീനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ക്ലീൻ ആൻഡ് നീറ്റ് കേട്ടോ. അതായത് ക്ലാസ് റൂം എന്ന് പറയുന്നത് വൃത്തിയായിട്ട് സൂക്ഷിക്കുക അല്ലെ? അത് കുട്ടികളുടെയും ടീച്ചേഴ്സിന്റെയും റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ ചെറിയ ക്ലാസ്സിലുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് അത്ര അറിവായിട്ടില്ല, എന്നാലും അവരത് പഠിപ്പിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഹൈജീൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മള് വൃത്തിയായി നടക്കുന്നത്, സെൽഫ് കെയർ എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾക്ക് വൃത്തിയായിട്ട് എങ്ങനെ നടക്കാം, പിന്നെ അതുപോലെ നമ്മുടെ പരിസരം, ചുറ്റുപാട് എങ്ങനെ വൃത്തിയായിട്ട് കൊണ്ടുപോകാം, ക്ലാസ് റൂം എങ്ങനെ നീറ്റായിട്ട് കൊണ്ടുപോകാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ കുട്ടികളെ ആ ഒരു കാര്യങ്ങൾ നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോ വൃത്തിയുള്ള ക്ലാസ് റൂം എപ്പോഴും നീറ്റ് ആയിരിക്കേണ്ട ആവശ്യം എന്താണെന്നൊക്കെ കുട്ടികൾക്ക് എന്ത് ചെയ്യണം, പറഞ്ഞ് കൊടുക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് വൺ ആണ് ക്ലാസ് റൂം മാനേജ്മെന്റിൽ തന്നെ വരുന്നതാണ് കേട്ടോ. യൂസേജ് ഓഫ് റിസോഴ്സസ്, അതായത് പരമാവധി റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത്.
ക്ലാസ് റൂമിൽ നമ്മൾ എന്ത് ചെയ്യണം? പരമാവധി റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യണം. അപ്പൊ ഏതൊക്കെയാണ് റിസോഴ്സസ് എന്ന് പറയുന്നത്? ക്ലാസ് റൂമിൽ നമ്മൾ ഉപയോഗിക്കുന്ന റിസോഴ്സസ് എന്തൊക്കെയാ? ബോർഡ്, ഡെസ്ക് വരില്ലേ? ഡെസ്ക് ഒരു റിസോഴ്സസ് അല്ലേ? റിസോഴ്സ് അല്ലേ ഡെസ്ക്? ബെഞ്ച് അല്ലേ? ഡെസ്ക്, ബെഞ്ച്, ബ്ലാക്ക് ബോർഡ്, അതുപോലെ തന്നെ ടേബിള്, ചെയർ. ഓക്കെ, ഇതൊക്കെ എന്താണ്? റിസോഴ്സസിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കുകളും നോട്ട് ബുക്കുകളും ഒക്കെ വരും. അപ്പൊ പരമാവധി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ കുറെ അധികം റിസോഴ്സസ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂം മാനേജ്മെന്റിൽ വരുന്ന പോയിന്റ് ടൈം ടേബിൾ ആണ്. ഒരു ക്ലാസ് റൂം ആകുമ്പോൾ നമുക്കറിയാം കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാകണം. ഇതും നിങ്ങൾ യൂണിറ്റ് 5 പഠിക്കുന്നുണ്ട്. ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. പാർട്ട് 4 തന്നെ ടൈം ടേബിളിനെ കുറിച്ചിട്ട് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അപ്പൊ ടൈം ടേബിൾ, അതായത് ഒരു ക്ലാസ് റൂം ആകുമ്പോൾ നിർബന്ധമായിട്ടും ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കണം. എന്തിനാണ് ടൈം ടേബിൾ എന്ന് പറയുന്നത്? അതായത് ഒരു ക്ലാസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖയാണത് ടൈം ടേബിൾ. അതായത് ഇന്ന സമയത്ത് ക്ലാസ് തുടങ്ങുന്നു, ഇന്ന സമയത്ത് അവസാനിക്കുന്നു, ഏതൊക്കെ പീരീഡുകളാണ്, ഇന്റർവെൽ ടൈം എപ്പോഴാണ്, സ്കൂൾ വിടുന്ന സമയം, സ്കൂൾ ആരംഭിക്കുന്ന സമയം അല്ലെ. പിന്നെ ക്ലാസ്സിൽ നമുക്കറിയാം ക്ലാസ് ടൈം ടേബിൾ എന്ന് പറയുന്ന ഒരു ടൈം ടേബിൾ ഉണ്ട് അല്ലെ. നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്തൊക്കെ ബുക്കിന്റെ ഒക്കെ ബാക്കിലൊക്കെ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലെ ക്ലാസ് ടൈം ടേബിള്. രാവിലെ ഇന്ന പീരീഡ്, രണ്ടാമത്തെ പീരീഡ് എന്നത്, മൂന്നാമത്തേത് ഈ സബ്ജക്ട്, നാലാമത്തേത്, അങ്ങനെ നമ്മൾ കുറെ സബ്ജക്റ്റുകൾ എഴുതി വെച്ചിട്ടുണ്ടാവില്ലേ. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, ഫ്രൈഡേ എന്നും പറഞ്ഞിട്ട് അല്ലെ. അങ്ങനെ കുറെ ഉണ്ടാവും അല്ലെ. അപ്പൊ അത്തരം ടൈം ടേബിൾ ഉണ്ടായിരിക്കുക. ടൈം ടേബിൾ എന്ത് ചെയ്തിരിക്കണം? ക്ലാസ് റൂമിലാണ് ടൈം ടേബിൾ ഉള്ളതെങ്കിൽ ക്ലാസ് റൂമിലെ ടൈം ടേബിൾ എന്ന് പറയുന്നത് ക്ലാസ് റൂമിന്റെ വോൾ ഉണ്ടല്ലോ, ഭിത്തി, ചുമരുണ്ടല്ലോ, അവിടെ ഒട്ടിച്ചു വെക്കണം എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ടൈം ടേബിളിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ക്ലാസ് റൂം നോംസ്. ക്ലാസ് റൂം നോംസ് എന്താണ്? അതായത് നല്ല റൂൾസ് ഉണ്ടാവുക, അതായത് കുറെ അധികം നിയമങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. നമുക്കറിയാം ഇന്നത് ചെയ്യരുത് അല്ലെങ്കിൽ ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് കുറെ അധികം നിയമങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നെ അതുപോലെ ടീച്ചർ വന്നു കഴിയുമ്പോൾ അതൊക്കെ നോംസിൽ വരുന്നതാണ്. ക്ലാസ് റൂം നോംസിൽ വരുന്നതാണ്. ടീച്ചർ വരുമ്പോ ഗുഡ് മോർണിംഗ് പറയാ, ടീച്ചർ പോകുമ്പോ താങ്ക് യു പറയാ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? ഇത് തുടങ്ങുമ്പോൾ സൈൻ ഇൻ ചെയ്യാറുണ്ട്, സൈൻ ഔട്ട് ചെയ്യാറുണ്ട് അല്ലെ. ഹോൾ ക്ലാസ്സിനെ വെൽക്കം ചെയ്യുന്നത് സൈൻ ഇന്നും, താങ്ക് യു പറയുന്നത് സൈൻ ഔട്ടും ആണ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ എന്താണ്? നമ്മുടെ ക്ലാസ് റൂമിന്റെ നോംസ് ആണ്. അതായത് ഒരു നിയമമായിട്ട് മാറിയിരിക്കുകയാണ് അല്ലെ. നിങ്ങൾ എല്ലാ ദിവസവും എന്ത് ചെയ്യാറുണ്ട്? അത് ചെയ്യാറുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങളെ കൊണ്ട് ടീച്ചർ വരുന്ന സമയത്ത് ഗുഡ് മോർണിംഗ് എന്നും പോകുന്ന സമയത്ത് താങ്ക് യു എന്ന് പറയിപ്പിക്കണം. കാരണം അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? യെസ് മാം. ഇനി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മറ്റൊരു കാര്യമാണ് പറയുന്നത് മൂവ്മെന്റ്. ടീച്ചേഴ്സ് മൂവ്മെന്റ് കേട്ടോ. ടീച്ചേഴ്സിന്റെ ചലനം. ടീച്ചറിന്റെ മൂവ്മെന്റ് വേണോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? വേണം മാം. എന്നാലേ ഓരോ കുട്ടികളും ക്ലാസ് ശ്രദ്ധിക്കുള്ളൂ. അല്ലെങ്കിൽ കുറച്ചു പേര് ശ്രദ്ധിക്കും, കുറച്ചു പേര് ശ്രദ്ധിക്കില്ല. അതെ, മൂവ്മെന്റ് വേണോ അല്ലെ. KG പഠിപ്പിക്കുന്ന മൂവ്മെന്റ്സ് വേണം മിസ്സേ, പ്രത്യേകിച്ച് KG ക്ലാസ്സിലെ കുട്ടികളുടെ ഇടയ്ക്ക്. ഏതൊരു ക്ലാസ്സിലായാലും മൂവ്മെന്റ് ഉണ്ടായിരിക്കണം. മൂവ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മള് ചില മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകും. ചില ടീച്ചർമാര് വരും, ബുക്ക് ഉണ്ടാവും, ചിലപ്പോൾ വടി ഉണ്ടാവും കയ്യില്. ടീച്ചർ എന്ത് ചെയ്യും? നേരെ ചെയറിൽ കയറിയിരിക്കും. എന്നിട്ട് ടേബിളില് ബുക്ക് നിവർത്തി വെക്കും. എന്നിട്ട് പഠിപ്പിക്കാനുള്ള പാഠങ്ങൾ ഇങ്ങനെ ഓരോന്ന് ആ ബുക്ക് നോക്കി പറഞ്ഞു കൊടുക്കും. ഇത് ശരിയായ ഒരു രീതിയാണോ? അല്ല മിസ്സേ. അല്ല മാം.
അല്ല, ഒരിക്കലും അല്ല, ശരിയായിട്ടുള്ള ഒരു രീതിയല്ല അല്ലെ. അങ്ങനെ ഒരിക്കലും എന്ത് ചെയ്യരുത്, കുട്ടികളെ നമ്മള് പഠിപ്പിക്കരുത് എന്നാ പറയുന്നത്. ഓക്കെ, അതായത് സയന്റിഫിക് ആയിട്ടുള്ള ഒരു വശമുണ്ട് അതിന്. മൂവ്മെന്റ് എന്ന് പറയുന്നത് എത്രത്തോളം പ്രാധാന്യം ഉള്ളതാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഒരു ടീച്ചർ വന്നു, ടീച്ചർ ആ ക്ലാസ്സിൽ വന്നിട്ട് എല്ലാ കുട്ടികളും ഗുഡ് മോർണിംഗ് പറഞ്ഞു, ടീച്ചർ ഇരിക്കാൻ പറയുന്നു. ഈ ക്ലാസ് ടീച്ചർ ആണെങ്കിൽ ചിലപ്പോ അറ്റൻഡൻസ് വിളിക്കും. അതിനുശേഷമായിരിക്കും എന്ത് ചെയ്യുക, പഠിപ്പിക്കാനായിട്ട് തുടങ്ങുക. അപ്പൊ ഈ ടീച്ചർ വന്നു കഴിയുമ്പോ പഠിപ്പിക്കുന്ന സമയത്ത് എന്ത് ചെയ്തിരിക്കണം, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യണം. ഹോൾ ക്ലാസ്സിലെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി, അതായത് ഓരോ കുട്ടിയെയും സ്പെസിഫിക് ആയിട്ട് ശ്രദ്ധിക്കുന്നതിനും ടീച്ചർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ മൂവ്മെന്റ് നടത്തുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ടീച്ചർക്കായിട്ട് ഇതൊക്കെ നിങ്ങൾ സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂമിൽ പഠിക്കും കേട്ടോ. അതായത് ഇത്ര സ്ക്വയർ ഫീറ്റ് എന്നുണ്ട് ഓരോ ടീച്ചേഴ്സിനും, അല്ലെങ്കിൽ കുട്ടികൾക്ക് നടക്കാനുള്ള ഏരിയ, ടീച്ചേഴ്സിന് നടക്കാനുള്ള ഏരിയ, അങ്ങനെ ഓരോ സ്ക്വയർ ഫീറ്റ് ഒക്കെ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ബെഞ്ചസ് ഒക്കെ ഇടുന്ന സമയത്ത്, ബെഞ്ചും ഡെസ്കും ഒക്കെ ഇടുന്ന സമയത്ത് ഇപ്പോ 3 പാർട്ടായിട്ട് ഇട്ടിരിക്കുവാണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ 2 പാർട്ടായിട്ട് ബെഞ്ചും ഡെസ്കും ഇട്ടിരിക്കുവാണ്. ഒരു ഭാഗത്ത് ഗേൾസ് ഇരിക്കുന്നു, ഒരു ഭാഗത്ത് ബോയ്സ് ഇരിക്കുന്നു. അതിന്റെ മിഡിൽ പോർഷനിൽ കുറച്ച് ഏരിയ ഉണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് ആർക്കു വേണ്ടിയിട്ടാ? എല്ലാ ക്ലാസ് റൂമും അങ്ങനെ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ടീച്ചറിന് നടക്കാൻ വേണ്ടിയിട്ടാ. കാരണം പിന്നെ അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ കുറച്ച് പോർഷൻ ബാക്കി ഉണ്ടാവും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന ഒരാൾക്ക് ബാക്കിലോട്ട് നോക്കിയാൽ കുറച്ച് ഏരിയ അവിടെ കാണാനായിട്ട് സാധിക്കും, 2 സൈഡിലും. അതും ടീച്ചറുടെ മൂവ്മെന്റിന് വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡ്, അതായത് ടീച്ചറുടെ ചെയർ, ടേബിള് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ബെഞ്ചസ് വരുന്ന ആ ഒരു ടേബിളിന്റെയും ആ ഫസ്റ്റ് ബെഞ്ചസിന്റെയും ഡെസ്കിന്റെയും നടുക്കായിട്ട് കുറച്ച് ഏരിയ ഉണ്ട്. പിന്നെ സൈഡിലും ഉണ്ട്. ഒരിക്കലും ചുമരിനോട് ചേർത്ത് ഒരിക്കലും ഇടില്ല ഡെസ്കും ബെഞ്ചും ഒക്കെ. കാരണം എന്താ, അവിടെയും ടീച്ചർ മൂവ് ചെയ്യണം. അപ്പൊ ഇത്രയും ഏരിയ ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? ടീച്ചർക്കാണ് കൊടുത്തിരിക്കുന്നത് മൂവ് ചെയ്യാനായിട്ട്, അല്ലെ? അപ്പൊ ആ ടീച്ചർ ചെന്നിരുന്നാലുള്ളത് എന്താ? കാരണം അതായത് ഇരുന്ന് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ആണെങ്കിൽ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് ഉറക്കം വരും, ബോറടിക്കും. വെറുതെ ഇങ്ങനെ ബുക്ക് നോക്കി ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. കുട്ടികൾ അവിടെ ഉറങ്ങി വീണില്ലെങ്കിലേ സംശയമുള്ളൂ. അപ്പൊ നമ്മള് കുട്ടികളെ പഠിപ്പിക്കുന്ന എന്തും ആയിക്കോട്ടെ, ആ പഠിപ്പിക്കുന്ന സബ്ജക്ട് അവരിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് മൂവ് ചെയ്യാന്നുള്ളതാണ്. മൂവ് ചെയ്യുന്ന സമയത്ത് 2 ഭാഗത്തും ശ്രദ്ധിക്കുക. ചിലപ്പോ ഒരു ഭാഗത്ത് ഗേൾസ് ആയിരിക്കും, മറ്റൊരു ഭാഗത്ത് ബോയ്സ് ആയിരിക്കും. 2 ഭാഗത്തും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ നമുക്കറിയാൻ പറ്റും ഏതൊക്കെ കുട്ടികളാണ് ഈ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുന്നത്, ഏതൊക്കെ കുട്ടികളാണ് ഇത് ശ്രദ്ധിക്കാത്തത് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നോട്ടൊക്കെ തരുമ്പോഴേ നോട്ട് പറയുമ്പോ ചില കുട്ടികൾ എഴുതില്ല. അപ്പൊ അതൊക്കെ എങ്ങനെ സെർച്ച് ചെയ്യാം? മിസ് ഇങ്ങനെ നടക്കും, റൗണ്ട് ഇടും. അതെ അതെ അതെ, എല്ലാം ശ്രദ്ധിക്കാൻ പറ്റും. നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അതായത് നമ്മൾ ഈ മാത്സിന്റെ ഒക്കെ സമയത്ത്, മാത്സ് ഒക്കെ എഴുതുന്ന സമയത്ത് ഈ അറ്റത്തിരിക്കുന്ന കുട്ടികളുണ്ട്. ചിലപ്പോ ഫ്രണ്ടിലായിട്ട് അറ്റത്തിരിക്കുന്ന കുട്ടികൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഏറ്റവും, അതായത് നമുക്കറിയാലോ 2 സൈഡും ഉണ്ട് അറ്റം, അല്ലെ? അപ്പൊ ഈ അറ്റത്തിരിക്കുന്ന കുട്ടികളുടെ അടുത്ത് വന്ന ടീച്ചർ ഇങ്ങനെ നോക്കും. അപ്പൊ മാത്സ് ഒക്കെ പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ എന്ത് ചെയ്യും? ഈ ഇടത്തേക്ക് ഇങ്ങനെ മറച്ചു വെക്കും. മറച്ചു വെച്ചിട്ട് എന്ത് ചെയ്തു? കാരണം ഇവര് നോക്കിക്കഴിഞ്ഞാൽ ഇവര് പിണങ്ങും, ടെൻഷനാണ്, ഭയങ്കര പേടിയാണ്. നടുത്തിരിക്കുന്നവർക്ക് കുഴപ്പമില്ല അത്ര. 5 പേരുണ്ടെങ്കിലും 3ാമത്തവൻ ഭാഗ്യവാനാ, കാരണം അധികം ശ്രദ്ധയിൽ വരില്ല. ഇപ്പൊ 3ാമത്തെ ബെഞ്ചിലൊക്കെ ഇരിക്കുന്നതാണെങ്കിൽ പറയേ വേണ്ട, ശ്രദ്ധിക്കുകയില്ല. പക്ഷെ ഈ അറ്റത്തിരിക്കുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞാല് ഭയങ്കരമായിട്ട് ഭയപ്പെടുന്ന വ്യക്തികളാണ്. എനിക്ക് തോന്നുന്നു ഹൈറ്റ് കൂടിയിട്ടുള്ള ആളുകളാണ് എപ്പോഴും എന്താ പറയാ അറ്റത്ത് വരിക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആണോ? ബാക്കിലിരിക്കുന്ന പിള്ളേരാണെങ്കിലേ മിസ് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോ ബാക്ക് കൂടെ ഓടി പോകും പുറത്തോട്ട്, നമ്മളറിയില്ല. അതെ അതെ. അപ്പൊ ഇങ്ങനെ വരും, അപ്പൊ ഇങ്ങനെ കൈ ഇങ്ങനെ മറച്ചു വെക്കുക. എന്നിട്ടാണ് ഇവര് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാ. അതായത് ടീച്ചർ എഴുതുന്നത്, കാരണം ടീച്ചർ ഇങ്ങനെ നോക്കിയിരിക്കും. ചില ടീച്ചർമാരൊക്കെ വന്നിട്ടാണെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കും, പോവില്ല അവിടെ നിന്ന്. ചില ടീച്ചേഴ്സ് ഉണ്ട് അങ്ങനെ. അപ്പൊ എന്ത് ചെയ്യും? മറച്ചു വെച്ചിട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. പേടിയായിട്ടാണ്, എന്തെങ്കിലും തല്ലുവോ, തെറ്റിപ്പോയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അപ്പൊ എങ്ങനെയെങ്കിലും ആ പീരീഡ് ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്ന് പ്രാർത്ഥിക്കുന്ന കുട്ടികൾ വരെ ഉണ്ട്.
അപ്പൊ ഈ ടീച്ചേഴ്സിന് ഇങ്ങനെയൊക്കെ വന്ന് നോക്കാനും അവരെ ശ്രദ്ധിക്കാനും ഒക്കെ ഈ മൂവ്മെന്റ് നടത്തണം. ഈ മൂവ്മെന്റ് നടത്തിയാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ പഠിപ്പിക്കുന്ന ചില ടീച്ചേഴ്സിന് കോൺഫിഡൻസ് കൂടുന്നതിന് വേണ്ടിയിട്ട് ബുക്ക് കയ്യിൽ പിടിക്കാറുണ്ട്. അതായത് ബുക്ക് ചിലപ്പോൾ നിവർത്തില്ല, ബുക്ക് ഇങ്ങനെ കയ്യിൽ പിടിക്കും, കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നടക്കും, റൗണ്ട് ചെയ്യും, എന്നിട്ട് പഠിപ്പിക്കും. കാരണം അവർക്ക് പഠിപ്പിക്കാൻ അറിയാവുന്ന കാര്യങ്ങൾ ബൈഹാർട്ടാണ്. എന്നാലും എങ്ങനെ എവിടെയെങ്കിലും മറന്നത് ടീച്ചേഴ്സിനുണ്ട് ഈ ഒരു പേടിയും കാര്യങ്ങളൊക്കെ. കുറെ നാള് കഴിഞ്ഞ് കഴിയുമ്പോൾ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും പഠിപ്പിക്കുമ്പോൾ പിന്നെ കുഴപ്പമുണ്ടാവില്ല, അവരതുമായിട്ട് യൂസ്ഡ് ആയിക്കോളും. അല്ലാതെ ആദ്യമായിട്ടൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ ബുക്ക് ഇങ്ങനെ കൈ പിടിച്ചിട്ടുണ്ടാകും ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട്. അത് അവരുടെ കോൺഫിഡൻസിന്റെ ഭാഗമാണ്. അതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അതൊക്കെ ആവാം, കുഴപ്പമില്ല. പക്ഷെ പഠിപ്പിക്കുന്ന സമയത്ത് മൂവ്മെന്റ് കറക്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം. ഞാന് PSC പഠിപ്പിക്കുന്ന സമയത്ത്, അതായത് ഒരു 7 വർഷം PSC പഠിപ്പിക്കുന്നു, ഓഫ്ലൈൻ ക്ലാസ്സിൽ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ ചെല്ലുന്ന സമയത്ത്, അതായത് വലിയൊരു ഹോളായിരിക്കും ക്ലാസ് റൂം എന്ന് പറയുന്നത്. അപ്പോ ഓരോ ഡിവിഷൻ, അതായത് ഒരു ബാച്ച് എന്ന് പറഞ്ഞാൽ ഒരു ബാച്ചിൽ ഒരു 7 ഡെസ്കുകൾ ഉണ്ടാവും, ബെഞ്ചസും ഡെസ്കുകളൊക്കെ ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ ബാച്ച്, മൂന്നാമത്തെ ബാച്ച്, അങ്ങനെ കുറേ അധികം കുട്ടികൾ കാണാൻ പറ്റും. അതിന്റെ ഇടയിൽ ഓരോ ഏരിയ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്, കാരണം മൂവ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട്. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല്, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രത്യേകത, അവിടെ ചെയറും ടേബിളും ഇടില്ല. അപ്പൊ കണ്ടിന്യൂസ് ക്ലാസ് ആണ്. ചിലപ്പോൾ 3 മണിക്കൂർ ക്ലാസ് ഉണ്ടാവും കണ്ടിന്യൂസ് ആയിട്ട്, ചിലപ്പോൾ 5 മണിക്കൂർ ക്ലാസ് ഉണ്ടാകും. ഈ 5 മണിക്കൂറും 3 മണിക്കൂർ എന്ത് ചെയ്യണം? നടക്കണം, അല്ലെങ്കിൽ നിൽക്കണം. ഇരിക്കാനായിട്ട് ചെയർ അവര് തരില്ല. അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. കാരണം അവിടെ ചെയർ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ടീച്ചർ അതിൽ കയറി ഇരിക്കും. അപ്പോ അവരുടെ പഠനത്തിന്റെ ക്വാളിറ്റി ഇത് ബാധിക്കും. അപ്പൊ ടീച്ചർ നടന്നുകൊണ്ട്, മൂവ് ചെയ്തുകൊണ്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു പോളിസി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ചിലപ്പോ ആദ്യമൊക്കെ ചിലപ്പോൾ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ മൂവ് ചെയ്തുകൊണ്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നീട് നമുക്കത് നമ്മുടെ കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ അതിങ്ങനെ നമ്മുടെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പൊ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ. എന്തെങ്കിലും കാര്യങ്ങൾ ക്ലിയർ ആവാത്തതുണ്ടോ? ഇല്ലല്ലോ. No, ma'am. കുറച്ചുകൂടി കാര്യങ്ങൾ ക്ലാസ് റൂം മാനേജ്മെന്റിൽ പറയാനുണ്ട്. അത് നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. ഓക്കെ. വൈൻഡപ്പ് ചെയ്യാം. മാം സൈൻ ഔട്ട് ഉണ്ട്. സൈൻ ഔട്ട് ചെയ്തോ. മാം ഞാനാണ് സൈൻ ഔട്ട്. Thank you, ma'am, for your wonderful class. We learned a lot how to do classroom management, how to take care of students, what is the difference between KG teachers and other teachers. Thank you, everyone, for attending the class. And thank you, ma'am. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. പോലെ കേട്ടോ. ഈ പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റെനൻസ്, അതുപോലെ തന്നെ ഓഫീസ് മെയിൻ്റെനൻസ്, ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗൻഡാസ്, ഡിസിപ്ലിൻ മെയിൻ്റെനൻസ്, പാർട്ടിംഗ് ഫംഗ്ഷൻ ആൻഡ് മീറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരിക. ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഒന്ന് കണ്ടുപിടിച്ചിട്ട് വരിക കേട്ടോ. ഓക്കെ. അപ്പൊ ബാക്കി നമ്മൾക്ക് ഇനി നെക്സ്റ്റ് വെനസ്ഡേ കാണാം. ഓക്കെ, താങ്ക് യു. ബൈ. Thank you, ma'am. Okay, thank you, ma'am. Thank you. Thank you, miss.